ഉപഭോക്താക്കൾക്കും സർക്കാർ റെഫർ ചെയ്യുന്ന കോവിഡ് രോഗികൾക്കും എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭിക്കും. കോവിഡ് ചികിത്സക്ക് മാത്രമായി താൽക്കാലിക എംപാനൽമെൻറ്റ് സൗകര്യം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് നിശ്ചയിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനറൽ വാർഡിൽ 2300 രൂപ, ICUവിൽ 6500 രൂപ, വെന്റിലേറ്റർ ICUവിൽ 11,500 രൂപ. ഇതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത്, രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മറ്റു പലയിടത്തും സർക്കാർ നിശ്ചയിച്ച നിരക്കിലും വളരെ കൂടുതൽ പല സ്വകാര്യ ആശുപത്രികളും ഈടാക്കി രോഗികളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ സർക്കാരുമായി പൂർണ്ണമായി സ്വകാര്യ മേഖല സഹകരിക്കുകയാണ്. കോവിഡ് രോഗം ഒരു മരണകാരണമാകുമ്പോൾ അകാരണമായ ഭയം ജനങ്ങൾ കാണിക്കുന്നുണ്ട്. രോഗകാരണങ്ങൾക്കെതിരായ പ്രവർത്തനത്തിനാണ് നാം ഊന്നൽ നൽകേണ്ടത്. മരണപ്പെട്ട വ്യക്തിയോട് അനാദരവ് കാണിക്കുന്നത് സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്ന നടപടിയല്ല. കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായി ഫെബ്രുവരി ആദ്യം തന്നെ സർക്കാർ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഓഖി സമയത്തും പ്രളയത്തിലും നടത്തിയിട്ടുള്ള മാനസികാരോഗ്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളോട് തുടർച്ചയായി ആരോഗ്യവകുപ്പിൻ്റെ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിലാണ് എല്ലാ ജില്ലകളിലും ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ എന്നിവരുൾപ്പെട്ട 1145 മാനസികാരോഗ്യ പ്രവർത്തകർ ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നു. ഇവർ ക്വാറന്റൈൻ, ഐസൊലേഷനിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നു. സ്റ്റിഗ്മ, സാമൂഹ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അതാത് പഞ്ചായത്ത് ICDS മുഖാന്തരം സഹായം നൽകുന്നു. ഇതുവരെ ക്വാറന്റൈനിലും ഐസൊലേഷനിലുമായി കഴിഞ്ഞ 7,66,766 പേർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് മനോരോഗ ചികിത്സയിലിരിക്കുന്നവർ, ഭിന്നശേഷി കുട്ടികൾ, അതിഥി തൊഴിലാളികൾ, ഒറ്റക്ക് കഴിയുന്ന വയോജനങ്ങൾ, ഇങ്ങനെ 3,48,860 പേർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകിയിട്ടുണ്ട്. കൊറോണ രോഗനിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും ടെലി കൗൺസിലിംഗ് നൽകുന്നു. ഇതുവരെ
36,011 ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ കുട്ടികളുടെ കാര്യം, സ്കൂൾ കുട്ടികളുടെ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് കോളുകൾ നൽകുന്നു. 1,28,186 കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. 16,869 കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാ വിഭാഗത്തിനുമായി 17,13,795 സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലിംഗ് കോളുകൾ സംസ്ഥാനമൊട്ടാകെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംസ്ഥാനമൊട്ടാകെ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ജീവരക്ഷ എന്ന പേരിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ദുരിതകാലത്താണ് കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എത്രയെത്ര അനുഭവങ്ങൾ ഈ കാലയളവിൽ നാം കണ്ടു. ജാതിയും മതവും ഭാഷയും ദേശവും ഒന്നും ഇതിന് നമുക്ക് തടസ്സമായില്ല. കഴിഞ്ഞ ദിവസവും അത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിലെ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയവേ പാമ്പ് കടിയേറ്റ കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവം പലരുടെയും മനസ്സിലുണ്ടാകും. പൊതുപ്രവർത്തകനായ ജിനിൽ മറ്റൊന്നും നോക്കാതെ ആ കുട്ടിയുടെ ജീവനാണ് വലുതെന്ന് ഉറപ്പിച്ച് നടത്തിയ ഇടപെടൽ മാതൃകാപരമായിരുന്നു. അച്ഛനും അമ്മയും ചികിത്സയിലായപ്പോൾ വിഷമിച്ചു പോയ പിഞ്ചു കുഞ്ഞിനെ സംരക്ഷിക്കാൻ തയ്യാറായ കൊച്ചിയിലെ ഡോക്ടർ മേരി അനിതയെപ്പോലുള്ളവരുടെ ഇടപെടലും നമുക്ക് മുന്നിലുണ്ട്. ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് PPE കിറ്റും ധരിച്ച് പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രവർത്തകരുമൊക്കെയുള്ള നാടാണ് നമ്മുടേത്. ഇന്നലെയുണ്ടായ ഒരു സംഭവം അതിൻ്റെയെല്ലാം ശോഭ കെടുത്തുന്ന തരത്തിലായിപ്പോയി. കോവിഡ് കാരണം മരിച്ചയാളുടെ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ രോഗം പകരുമോ? കോവിഡ് വൈറസുകൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് രോഗബാധയുള്ളയാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പുറത്തേക്ക് തെറിക്കുന്ന ശരീരസ്രവത്തിൻ്റെ കണങ്ങളിലൂടെയാണ്. മൃതദേഹത്തിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഏതാണ്ടില്ല എന്ന് തന്നെ പറയാം. മൃതദേഹത്തെ തൊടുമ്പോഴോ ചുംബിക്കുമ്പോഴോ മറ്റോ സംഭവിക്കാവുന്ന രോഗബാധയുടെ വളരെ നേരിയ സാധ്യത മാത്രമാണുള്ളത്. കേന്ദ്ര സർക്കാർ COVID-19 പ്രോട്ടോക്കോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ മൃതദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും പാലിക്കേണ്ട ശാസ്ത്രീയമായ രീതികൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപ്രകാരമാണ് ആരോഗ്യ പ്രവർത്തകർ ഇത്തരം സാഹചര്യങ്ങളെ
കൈകാര്യം ചെയ്യുന്നത്. ശവമടക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യേണ്ട സന്ദർഭത്തിൽ ഈ പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുന്നു. വൈദ്യുത ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുന്നത് 800 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന വളരെ ഉയർന്ന താപനിലയിലാണ്. അതുകൊണ്ട് തന്നെ വൈറസുകൾ വായു വഴി പകരുന്നതിന് യാതൊരു സാധ്യതയുമില്ല. യുക്തിക്കൊരു തരത്തിലും നിരക്കാത്തതാണ് ഇത്തരം ആശങ്കകൾ. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടമാണ്. അവിടെ കൂടുന്നവരിൽ രോഗവ്യാപനമുണ്ടാകുന്നു. ഇത് സാധൂകരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായിക്കഴിഞ്ഞു. അക്കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് മൃതദേഹത്തിൻ്റെ സംസ്കാരം തടയാൻ വേണ്ടി കൂട്ടം കൂടുകയല്ല വേണ്ടത്. അങ്ങനെ കൂട്ടം കൂടുന്നതാണ് അപകടം. അതിന് നേതൃത്വം കൊടുക്കാൻ ജനപ്രതിനിധി പോലും ഉണ്ടായി എന്നത് അവമാനകരമാണ്. ആ കേസിൽ ശക്തമായി ഇടപെടാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തും. HLL ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടത്തുക. ഇതിനായി 14 ജില്ലകളിലും ലാബ് സൗകര്യം ഏർപ്പെടുത്തും. ടെസ്റ്റിന് വേണ്ട ചെലവ് കേരള പോലീസ് സഹകരണ സംഘവും കേരള പോലീസ് വെൽഫെയർ ബ്യൂറോയും തുല്യമായി വീതിക്കും.